ഇപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് ആൾക്കാർക്ക്. ഇത് കള്ളപ്പടം ഇതാകണം. ഇത് കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ ഇതൊരു ചർച്ചയാവണം. കാരണം ഇതൊരു ചർച്ചയാവണം, അതിനെ മറുപടി പറയണം ആൾക്കാർ. അപ്പോൾ അഖിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അഖിലിനെ ഞാൻ 1-2 തവണ കണ്ടിട്ടുള്ളൂ. അഖിലിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ്, ഭയങ്കര സൗഹൃദമൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ അതിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അടിസ്ഥാനമില്ലാതെ, കാരണം കള്ളപ്പണം എന്നൊക്കെ പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ഈ പറയുന്ന സംഭവം. ഇതിനൊരു അടിസ്ഥാനമല്ല. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റൻ സ്റ്റീഫൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ആൻഡോ ജോസഫിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പൈശാചിൻ്റെ മെർലാൻഡ് സിനിമാസിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ അലിഗേഷൻ്റെ ഭാഗമായി. ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് പറയുന്നത്. ലിസ്റ്റൻ ജോസിൻ്റെ പടത്തിൽ അവർക്ക് കള്ളപ്പണമാണോ അപ്പോൾ പറയുമ്പോൾ അപ്പോൾ ഈ പറയുന്ന ഞാനിപ്പോൾ സോഫിയ പോളിൻ്റെ പടം ചെയ്തു. ഇവരൊക്കെ മേജർ മാനേഴ്സാണ്. ലൈക്ക് വീക്കെൻഡും മാജിക് ഫ്രെയിംസ് ആയിക്കോട്ടെ, ഇവരൊക്കെ കള്ളപ്പണമാണോ പടം ചെയ്യുന്നത്? ഒരിക്കലല്ല. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള എന്താ പറയണ്ടത്, നമ്മൾ GST IT ഫയൽ ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി നടക്കും. നമുക്ക് കുറേ ഇത് അക്കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ കള്ളപ്പണത്തിൻ്റെ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ പറയുന്നത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ സ്മോൾ സ്കെയിൽ സിനിമകളാണ്. ഇതിൻ്റെ ഉത്തരം അന്ന് എനിക്ക് പറയാൻ പറ്റാത്തത്, ഞാൻ ദേഷ്യം വന്നത് വെച്ചാൽ ഇവൻ എന്നെ സംസാരിക്കാൻ വിടുന്നില്ല. അപ്പം എന്നെ സംസാരിക്കാൻ വിടാതെയപ്പോൾ, കാരണം നമ്മൾ എന്ത് ചോദ്യം ഒരു പ്രശ്നത്തിന് വരുമ്പോൾ നമ്മൾ കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഞാൻ എന്തും അവനെ പാനൻ്റെ ചോദിക്കുമ്പോഴും നമ്മളത് കേൾക്കണം, അതിനുള്ള മറുപടി കൊടുക്കണം. നമ്മളതിനെ എല്ലാവരും പ്രശ്നത്തിന് എന്താണ് അർത്ഥം? അത്തരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഉത്തരം കേൾക്കാനുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഇവൻ എല്ലാ തവണ എന്നെ ഇങ്ങനെ ഇൻ്റർഫിയർ ചെയ്തിടപ്പം എനിക്ക് എക്സായി. അപ്പം നമ്മൾ എക്സായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. അല്ലാണ്ട് ആ ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ, കള്ളപ്പണം ചെറിയ സിനിമ നമ്മൾ ചെയ്യുന്നത് എന്നോടുള്ള പേഴ്സണൽ വെച്ചാൽ ഇതൊന്നും എന്നെ വഹിക്കുന്ന കാര്യങ്ങളല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം ഞാനല്ലല്ലോ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് വരുന്നു, നമുക്ക് ഇവരെ കള്ളപ്പണമാണോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇവരുടെ അക്കൗണ്ടിലിട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്കാണ് മിക്കവരും നമ്മൾക്ക് തന്നിട്ടുള്ള പൈസയൊക്കെ. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് വൈറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു, നമ്മൾ GST അടക്കുന്നു, നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നമുക്ക് കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നോട്ടബിളാണ്. എല്ലാ മേജർ ബാനറിൻ്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് പോയേ പറ്റും. ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചെയ്ത 2-2.5 കോടി ചെറിയ കുഞ്ഞു പടങ്ങളാണ്. എൻ്റെ സിനിമ ചെയ്തിട്ട് മണി ലോണ്ടറി ആണെങ്കിൽ ഇത്രയും വെള്ളപ്പണം ആക്കണം അത്ര ഗതികെട്ടവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ സിനിമകൾ എടുക്കുന്നവർ, വലിയ സിനിമ ഫണ്ട് ഫ്ലോ ചെയ്യുന്ന സിനിമകൾ, ഞാൻ പറഞ്ഞ 30 കോടിയുടെ 50 കോടിയുടെ 60 കോടിയുടെ 100 കോടിയുടെ സിനിമകൾ ഇപ്പോൾ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ, അവിടെയുള്ള ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ, കാരണം എനിക്ക് അപ്പോഴും അറിയില്ല, കാരണം അത്തരത്തിലുള്ള വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ എൻ്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ, അവൻ്റെ കയ്യിൽ കള്ളപ്പണം പോയിട്ട് ഒരു പണമില്ല. കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വെച്ചാൽ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാരും മലയാള സിനിമയിലെ ആൾക്കാർ കയ്യിൽ രൊക്കം പൈസ വെച്ചിട്ടല്ല, അവർ ഫിനാൻസിനും ഇതിനൊക്കെ എടുത്തിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ കള്ളപ്പണം ഈ ഫിനാൻസിലെടുത്തിട്ട് വരുന്ന സിനിമയെ കൊണ്ട് അവരെന്ത് കള്ളപ്പണത്തിനാണ് നമ്മൾ പറയാൻ പറ്റുക? അപ്പോൾ ഇത് അലിഗേഷൻ വരുന്നത് എനിക്കെതിരെയല്ല. ഈ പറയുന്ന എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇത്തരം ഒരുപാട് ആ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ കയ്യിൽ കാശും വെച്ച് അവർ ഒരു സിനിമ എടുക്കാൻ വരുന്ന, അല്ലെങ്കിൽ കാരണം ഇവരൊന്നും ഒരു സിനിമ എടുത്ത് ഇവരൊന്നും ഫുട്ബോൾ എടുക്കാനല്ല, ഞാൻ പറഞ്ഞ പാഷനേറ്റ് ആയിട്ട് വരുന്നതാണ്. അവരുടെ കാൽക്കുലേഷൻ ആണ് പാളി പോകുന്നതും. ഇതല്ലാണ്ട് ഒരാളും എൻ്റെ അറിവിൽ ഈ പറയുന്ന കള്ളപ്പണം വെച്ചിട്ട് എൻ്റെ സിനിമകൾ എടുത്ത് ഒരാളെ എനിക്ക് പരിചയമില്ല. കാരണം ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാണ്, 1.5 കോടി 2.5 കോടിൻ്റെ പടം ചെയ്യുന്ന എൻ്റെ പടം എടുത്തിട്ട് വെള്ളപ്പണം ആക്കുന്ന ആൾ ഏത് ഗതി കിട്ടാനൊന്നും ആലോചിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കേസ്, വലിയ സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല.